TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി ബെഥേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമണ്ണ്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹം ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. നവകീർത്തനം ഇനി എന്നുമേ ഹൃദയമാകെ നന്ദിയാ. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് യേശുവിനെ അറിയാൻ കഴിയുന്നതാണ്. നമ്മുടെ പടകിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു കയറിയതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പത്രോസിൻ്റെ പടകിൽ, ആ ഗന്നസരത്ത് തടാകത്തിൻ്റെ ആ കരയിൽ പത്രോസ് ആയിരിക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ പടകിലേക്ക് കയറി. നമുക്കറിയാം, പത്രോസ് എന്ന് പറയുന്ന വ്യക്തി ആ സമയത്തൊരു ബിഗ് സീറോയാണ്, ഒന്നുമില്ല, എല്ലാ നിലയിലും തകർന്ന ഒരു വ്യക്തിയായിട്ടിരിക്കുമ്പോഴാണ് യേശു തൻ്റെ പടകിൽ കയറിയത്. യേശു കർത്താവ് പത്രോസിൻ്റെ അപ്പോഴത്തെ സാഹചര്യമല്ല യേശു കണ്ടത്, മറിച്ച് യേശു പത്രോസിന് എന്തായി തീരാൻ കഴിയും അതാ കർത്താവ് കണ്ടത്. നമുക്കറിയാം, അതുപോലെ തന്നെ പത്രോസ് ആയിത്തീർന്നു. അപ്പോൾ ആ ആയിത്തീരുന്നതിന് മുൻപ് നമുക്കറിയാം, യേശു പത്രോസിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പടകിൽ കയറിയ പത്രോസിനോട് യേശു പറഞ്ഞു, നിൻ്റെ വല നീ ആഴത്തിലേക്ക് ഇറക്കുക. സാഹചര്യങ്ങളെല്ലാം മോശമാണ്, പക്ഷേ പത്രോസ് സാഹചര്യങ്ങളെ നോക്കിയില്ല. പത്രോസ് വിശ്വാസത്തോടെ തൻ്റെ പടക് മാറ്റുകയും തൻ്റെ വല ഇറക്കുകയും ചെയ്യുവാൻ തയ്യാറായി. തൻ്റെ ആ വിശ്വാസത്തിലാണ് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുവാനിടയായത്. നമുക്കറിയാം, താൻ ആ ശൂന്യമായ വല അത് ആ കടലിലേക്ക് താൻ ഇറക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ആ സമയത്ത് അവിടെ മീൻ കിട്ടത്തില്ലെന്ന് പത്രോസിന് 100% ഉറപ്പാണ്. പക്ഷേ പത്രോസിൻ്റെ വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടക്കുവാനിടയായി. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമല്ല നിങ്ങളെക്കൊണ്ട് എന്തായിത്തീരാൻ കഴിയുമെന്ന് കർത്താവ് നോക്കുന്നത്. ഇന്ന് ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭാരമാണോ, അതെല്ലാം ഒന്നും കള. എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. എൻ്റെ യേശു എൻ്റെ സകല വിഷയത്തിനും മതിയായവനാണ്. എൻ്റെ യേശു എൻ്റെ സകല പ്രശ്നങ്ങളും മാറ്റി എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെയും ദേശത്തൊരു അനുഗ്രഹമാക്കി മാറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ വീണ്ടും പറയാം, സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്. നമുക്കറിയാം, പത്രോസും കൂട്ടരും ആ കർത്താവായ യേശു അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു. അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറയുന്നതിൻ്റെ അർത്ഥം അക്കരയ്ക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പകുതി വഴിയായപ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും യേശു ആ പടകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ശിഷ്യന്മാർ ആ കടലിൽ മുങ്ങിയില്ല, മുങ്ങാൻ കർത്താവ് അനുവദിക്കത്തുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ നശിക്കാൻ കർത്താവ് ഒരിക്കലും അനുവദിക്കത്തില്ല. നിങ്ങളുടെ വിഷയമല്ല വലുത്, യേശുവാണ് വലുത്. ആ യേശുവിൽ വിശ്വസിച്ചാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. അമ്പലപ്പുഴയിൽ നടന്ന
അനുഗ്രഹിക്കപ്പെട്ട ഒരു TVS മീറ്റിങ്ങിൻ്റെ അന്ന് തോമസ് ഊട്ടി ബ്രദർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും ഒരു വിടുതലിനും കാരണമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഗോഡ് ബ്ലെസ് യു. നന്ദിയോടാടി വണങ്ങും, സ്തുതിക്കും നിന്നെ ഞാൻ നന്ദിയോടാടി വണങ്ങും. Alive, alive, alive forevermore. My Jesus is alive, alive forevermore. Alive, alive, alive forevermore. My Jesus is alive forevermore. This is the day that the Lord has made, that the Lord has made. I will rejoice. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? ആ വേദഭാഗം നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവനാർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ഗലീല കടലിന് അക്കരയ്ക്ക് പോകാം, ആ തടാകത്തിന് അക്കരയ്ക്ക് പോകാം എന്ന് പറയുകയും അവർ പോകുന്ന വഴിയിൽ വലിയ കൊടുങ്കാറ്റും തിരമാലയും ഈ പടകിന് നേരെ ആഞ്ഞടിക്കുകയും ചെയ്തു. ആ സംഭവം അതിൻ്റെ തുടക്കം മുതൽ നമുക്ക് കേൾക്കാം. യേശു അവരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന്, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്ന് ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. ആദ്യം കർത്താവായ യേശു ഉണർന്നെഴുന്നേറ്റ് കാറ്റിനോടും തിരമാലയോടും കൽപ്പിച്ചു. കർത്താവ് എന്തിനോട് സംസാരിച്ചു? ആ പ്രതികൂലങ്ങളോട് സംസാരിച്ചു. പ്രതിസന്ധിയോട് അടങ്ങാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു തന്നെയാണ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. യേശുവിൻ്റെ വാക്ക് കേട്ടാണ് ഇവർ പോയത്. പക്ഷേ കർത്താവിൻ്റെ കൂടെ പോയപ്പോഴും എന്തുണ്ടായി? തിരമാലയും കൊടുങ്കാറ്റും ഉണ്ടായി. എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, നിൻ്റെ കൂടെ കർത്താവുമുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളോട് ഇറങ്ങി വരാൻ പറഞ്ഞവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഒരു പ്രസംഗം അല്പസരസമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, യേശുവിൻ്റെ ചില സ്വഭാവങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന്. അതിലൊന്ന് ഇതാണ്, കർത്താവ് കൂടെ നടക്കും പക്ഷെ ഉണ്ടെന്ന് കാണിക്കുകയില്ല. ആ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവർ തമ്മിൽ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല, നമുക്ക് എന്ത് ചെയ്തേക്കാം, നമ്മുടെ നാട്ടിലേക്ക് പോയേക്കാം. കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവരെ വഴി നടക്കുമ്പോൾ ലൂക്കോസ് 24 നമ്മൾ വായിക്കുന്നു, യേശു താനും അടുത്ത് എന്ന് നടന്നു, എന്നാൽ തന്നെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നിട്ട് അവരുള്ള നിരാശയുടെ വാക്കുകളെല്ലാം പറയുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, നിരാശയുടെ വാക്കുകളെല്ലാം യേശു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. കൂടെ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് അങ്ങോട്ട് വെളിപ്പെടുത്തുന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ ഈ രീതി എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഞാനൊരു വലിയ സത്യം പറയാം, അത് കർത്താവിനെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ രീതിക്കകത്ത് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മളെ വിഷമിപ്പിക്കാനല്ല, നമ്മളെ ശക്തരാക്കാന്, നിന്നെ തകർക്കാനല്ല, നിന്നെ ഉയർത്താന്, നിന്നെ ആ പ്രതിസന്ധിയിലും കാറ്റിലും മറ്റ് ചുഴലിക്കാറ്റിനകത്ത് വട്ടം കറക്കാനല്ല. കർത്താവിനെ അറിഞ്ഞതോടുകൂടെ ഇനി ചുഴലിക്കാറ്റുകൾ നിനക്ക് കീഴ്പ്പെടും എന്ന് നിനക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്തത്.
കർത്താവ് ഉറങ്ങുകയാണ്. ഇവര് യേശുവിനടുക്കൽ ചെന്ന് ചുഴലിക്കാറ്റിനെ കുറിച്ച് സംസാരിച്ചു. യേശു ചുഴലിക്കാറ്റിനോട് സംസാരിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ കർത്താവ് എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറയുക. എന്നാൽ പലപ്പോഴും നമ്മൾ തമ്മിൽ പറയുന്നത് മലയെക്കുറിച്ചാണ്. ഉദ്ദേശിക്കുന്ന പോലല്ല കേട്ടോ. ഭയങ്കര രോഗമാണ്, നമ്മുടെ വിലക്കയറ്റമാണ്, ഇതാണ് കൈകൊടുത്ത് പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ, രോഗത്തിൻ്റെ ഭീകരതകൾ വർണ്ണിക്കാതെ, മുമ്പിൽ നിൽക്കുന്ന മലയുടെ വലിപ്പം അളക്കാതെ, മറിച്ച് വലിയവനായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയോട് നീ സംസാരിക്കുമ്പോൾ അവ നിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകും. കർത്താവ് ഇങ്ങനെയല്ല അവരോട് ചോദിച്ചത്. ഇച്ചിരി നേരത്തെ എന്നെ വിളിക്കാൻ മേലായിരുന്നു എന്നല്ല ചോദിച്ചത്. നമ്മുടെയൊക്കെ വിചാരം എൻ്റെ വിളി ഒക്കുന്നില്ല, ഇങ്ങനെ വിളിച്ചാൽ പോരായിരിക്കും. കർത്താവ് പറഞ്ഞ എന്നെ വിളിക്കേണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. എന്നെ വിളിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ, എൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൽ നീ ആ പ്രതിസന്ധിയോട് കൽപ്പിക്കണം. അത് മാറിപ്പോകും, അത് മാറിപ്പോകും. അതല്ലേ കർത്താവ് വെച്ചത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അന്ന് നമുക്കറിയാം, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, മരിച്ചടക്കപ്പെട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല, പരിശുദ്ധാത്മാവ് വന്നിട്ടുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നതോടെ, അഥവാ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിച്ചതോടെ നമ്മുടേതല്ലാത്തൊരു വിശ്വാസം നമ്മളിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നു. എല്ലാ മനുഷ്യരിലും ഒരു വിശ്വാസമുണ്ട്. പക്ഷേ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തുവെന്ന് ഒരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ അത് ദൈവം തന്ന വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാനൊക്കും. നമുക്കറിയാം, കൃഷി ചെയ്യണമെങ്കിൽ ഒരു വാഴ കുഴിച്ച് വെച്ച് അതിൻ്റെ ചുവട്ടിൽ വളമിടണമെങ്കിൽ വിശ്വാസം വേണം. വണ്ടിയെ കയറി യാത്ര ചെയ്ത് ഇവിടെ വരണമെങ്കിൽ ഞാനിവിടെ ചെല്ലുമെന്നുള്ള വിശ്വാസം വേണം, വേണ്ടേ? ഒരു ബിസിനസ്സിൽ പണം മുടക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. പരീക്ഷ എഴുതണമെങ്കിൽ വിശ്വാസം വേണം. ഭാര്യയും ഭർത്താവും തമ്മിൽ വിശ്വാസം വേണം. വിശ്വാസം ഒരു ആത്മീയ വസ്തുവല്ല. സകല മനുഷ്യരുടെ ഉള്ളിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ദൈവം കൊടുത്തിട്ടുള്ളതാണ് വിശ്വാസം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ആരാ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്? കൈകൊടുത്ത് പറഞ്ഞ്. വണ്ടിയിലല്ലേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഡ്രൈവറെ വിശ്വാസം ഉണ്ടായിരുന്നു? കൈകൊടുത്ത് പറഞ്ഞ. ഡ്രൈവറെ വിശ്വാസം ഉണ്ടായിരുന്നു. വണ്ടിയുടെ ടയറിനെ വിശ്വാസം ഉണ്ടായിരുന്നു. ടയറിൻ്റെ നട്ടിനെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇവിടെ വന്നേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വായിലെ വാക്കുകൾ ഒന്നുപോലും മാറി പോകത്തില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നീ ഒരു അത്ഭുത വ്യക്തിയായി തീരും. 1, 2, 3 പേരോട് പറഞ്ഞ്, വിശ്വാസമില്ല നിന്നെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കായിരുന്നു. ഡോക്ടറെ വിശ്വസിച്ച വിശ്വാസം, ഭർത്താവിനെ വിശ്വസിച്ച വിശ്വാസം, ഡ്രൈവറെ വിശ്വസിച്ച വിശ്വാസം, കർത്താവ് വാക്കുമാറാത്ത കർത്താവിൻ്റെ വാക്കുകളിൽ നമ്മൾ വെക്കുമ്പോൾ നീയും കർത്താവും ചേർന്നൊരു അത്ഭുതം നടക്കാൻ പോവുക. കർത്താവിൻ്റെ നാമവും നീയും ചേർന്നൊരു അത്ഭുതം നടക്കാൻ പോവുക. കർത്താവിൻ്റെ വചനവും നീയും ചേർന്നൊരു അത്ഭുതം നടക്കാൻ പോവുക. വിശ്വാസത്തിൽ നീ വെക്കുന്ന സ്റ്റെപ്പുകൾ അത്ഭുതത്തിൻ്റെ സ്റ്റെപ്പുകളാകാൻ പോകുകയാണ്. ഇത്രയും നാളും ദൈവമക്കൾ ചിലർ പറഞ്ഞു, എന്തോന്നിന് ഇറങ്ങി പുറപ്പെട്ടാലും എൻ്റെ ബ്രദറേ അത് നീയാ പോയത്, ഇനി മുതൽ നീ അല്ല പോകുന്നത്. അവൻ്റെ വചനത്തിൽ കാല് വെക്കുക. പത്രോസ് ഒരിക്കൽ മീൻ പിടിക്കാൻ നിന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പത്രോസും നമ്മുടെ ഈ വാക്ക് പറഞ്ഞാണ്, എന്തോന്നിന് ഇറങ്ങി പുറപ്പെട്ടാലും വിജയമല്ലെന്ന് പറഞ്ഞു കാണും. പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കുക, വലയിറക്കുക. പകൽ നേരത്ത് പറഞ്ഞു, രാത്രി സമയങ്ങളിലാണ് അപ്പോൾ എല്ലാവരും വലയിറക്കുന്നു. നീ ഇപ്പോൾ ചെയ്യുക. ഉടനെ ഈ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്തോന്നിന് ഇറങ്ങി പുറപ്പെട്ടാലും എൻ്റെ പൊന്നു കർത്താവേ, ഈ കാലങ്ങളായിട്ട് ഒന്നും വിജയമല്ല. പക്ഷെ അവിടെ താൻ പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിലും നിന്റെ വാക്കിന്, നിന്റെ വചനപ്രകാരം തിരുവധരങ്ങൾ എന്ന് പുറപ്പെട്ട വാക്കിന്മേൽ എൻ്റെ ശാപം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഒറ്റ വാക്കിന് എൻ്റെ മേൽ എഴുതപ്പെട്ട ഈ വാക്കുകൾ എന്ത് പിന്നെ ഇറങ്ങി പുറപ്പെട്ടാലും പരാജയമെന്നുള്ള വാക്ക് ഇന്നുകൊണ്ട് തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വാക്കിന് ഞാൻ വിലയിറക്കുക. അപ്പോൾ അതുവരെ തൻ്റെ കഴിവിന് വിലയിറക്കി, തൻ്റെ പരിചയത്തിന് വിലയിറക്കി, എല്ലാവരുടെയും കൂല വിലയിറക്കി. അന്ന് താൻ കർത്താവിൻ്റെ വാക്കിന് വിലയിറക്കി. ഇന്നിവിടെ എത്ര പേര് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ വിലയിറക്കാൻ പോവുക. വലയിറക്കി തിരിച്ചു കയറ്റുമ്പോൾ വല നിറയെ മീൻ. ആ ഒറ്റ സംഭവം പത്രോസിനെ ഒരു അപ്പോസ്തലനാക്കി മാറ്റി.
ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ ദൈവം. ആമേൻ. അതേ പത്രോസ് ശ്ലീഹ പറഞ്ഞ മറ്റൊരു വേദഭാഗം നമ്മൾ വായിക്കാൻ പോവുക. ഇത് മറ്റൊരു തരം വിശ്വാസമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നിൽ വിശ്വസിച്ചവരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചൊരു വിശ്വാസമുണ്ട്. ലോകത്തിൽ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ആണെങ്കിലൊന്ന് കര ഉയർത്തിപ്പിടിച്ച്. ഇത് വിശ്വസിക്കാൻ പറ്റിയത് ഒരു വിലപ്പെട്ട വിശ്വാസം നിൻ്റെ അകത്തുള്ളതുകൊണ്ട്. ലോകത്ത് കൃഷി ചെയ്യുന്നവർക്കൊരു വിശ്വാസമുണ്ട്, വണ്ടി ഓടിക്കുന്നവർക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇല്ലാത്തൊരു വിശ്വാസം, ഒരു വിലയേറിയ വിശ്വാസം നിൻ്റെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ പറയാനാ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നു. അതാണ് 2 പത്രോസ് 1-ാം അധ്യായം 1-ാമത് വാക്യം വായിക്കപ്പെടുന്നത്. വായിക്കുക. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. എന്തുവാ? ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. അടുത്തിരിക്കുന്ന ആൾ പറയുന്നത് ലഭിച്ച വിശ്വാസം എന്ന് പറഞ്ഞു. ഇത് നിന്റെ വിശ്വാസമല്ല. പറഞ്ഞേ, നമ്മുടെ വിശ്വാസം മറ്റേ വണ്ടി ഓടിച്ചാൽ അവിടെ ചെല്ലും, വളവിട്ടാൽ വാഴ കൊലയ്ക്കും, ആ വിശ്വാസമല്ല ഇത്. പിന്നെ ഏതാണ്? നിനക്കില്ലാത്തതും നിന്റെ ബുദ്ധി കൊണ്ടൊരിക്കലും ചെല്ലുന്ന പറ്റാത്തതും നിന്റെ ബുദ്ധി സമ്മതിച്ചു തരാത്തതുമായ ഒരു വിലയേറിയ വിശ്വാസം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പത്രോസ് പറയാണ്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതാരാണ് അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്? ഞാനും നിങ്ങളുമാണ്, കർത്താവിൽ വിശ്വസിച്ചവർ, ദൈവത്തിൻ്റെ മക്കളെ. പത്രോസ് ഇവിടെ പറയുന്ന ലഭിച്ച വിശ്വാസം ഏതാ? പത്രോസിൻ്റെ അനുഭവത്തിൽ നിന്ന് നോക്കാം. എല്ലാ വേദഭാഗങ്ങളും എടുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിൻ്റെ കൈസരിയയിലെത്തിയപ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയയിലെത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുന്നു. ജനങ്ങൾ മനുഷ്യപുത്രനെ അഥവാ യേശുവിനെ എന്നെ ആരാന്നാ പറയുന്നു? ഉടനെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം പറഞ്ഞു. നോക്കണേ, ആ ഭാഗം ഒന്ന് വായിച്ചേക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കുക, ഈ ജനങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട്, ഞാൻ വളവിട്ടാൽ വാഴ കൊലയ്ക്കും, വണ്ടിയേൽ എറണാകുളത്തിന് പോയാൽ എറണാകുളത്ത് ചെല്ലും. വിശ്വാസമുള്ളവരവരല്ല, വിശ്വാസമുള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കൈൻഡ് ഓഫ് ഫെയ്ത്ത്, വേറൊരു തരം വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ വിചാരം? വായിച്ചോളൂ. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന്. ഈ പ്രവാചകന്മാരെല്ലാം സാധാരണ മനുഷ്യരാകട്ടോ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരാ, ബലഹീനതകളുള്ള സാധാരണ. പക്ഷെ അവരിൽ പ്രത്യേക സിദ്ധികളും പ്രവചനാത്മാവും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പറയുകയാണ്, ഇവരിലെ ഒരാളെ പോലെ പ്രത്യേക സിദ്ധികളുള്ള ഒരു സാധാരണ മനുഷ്യനാ യേശുവേ നീ എന്നാ പറഞ്ഞു. ഇങ്ങനെയാ നാട്ടുകാരുടെ അഭിപ്രായം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഉടനെ കർത്താവ് ഇവരോട് ചോദിക്കുകയാണ്, എടുത്ത് നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അടുത്ത വാക്യം ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്ന് പറന്ന യിരെമ്യാവിനെ പോലെയോ യോഹന്നാൻ സ്നാപകനെ പോലെയല്ല, നീ ദൈവത്തിൽ നിന്ന് പിറന്നവനാണ്, നീ ദൈവപുത്രനാണ്, നീ ദൈവം തമ്പുരാൻ തന്നെയാണ്. ഹലോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. യോസഫിൻ്റെയും മറിയുടെയും മകനായി അറിയപ്പെട്ട് അവിടെ ജീവിച്ച് ഗലീലിയൻ തീരങ്ങളിൽ സഞ്ചരിച്ച ഒരു ഗുരുവായി വന്ന, അവരുടെ പള്ളിയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ മകനാണ്. ഹലോ, ഇത് സാധാരണ ബുദ്ധിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. ഉടനെ കർത്താവ് എന്ത് പറയുന്നു? യേശു അവനോട്, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നീ മിടുക്കനെന്നല്ല, സ്വന്തം കഴിവുകൊണ്ട് മനസ്സിലാക്കിയായിരുന്നു നീ മിടുക്കനാന്ന് പറഞ്ഞാണ്. നിന്റെ കഴിവല്ല, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ മനുഷ്യരാരുമല്ല, ആരും നീ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് മനസ്സിലാക്കിയതല്ല, പിന്നെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയത്. വെളിപ്പാടാണ്. ഉറക്കെ പറ, വെളിപ്പാട്. മറ്റേത് നോളജ്, ഇത് റെവലേഷൻ. ഉറക്കെ പറഞ്ഞേ, ജ്ഞാനം, വെളിപ്പാട്. ഒന്ന് പറഞ്ഞേ.
ബാക്കി വിശ്വാസമല്ല, ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. വളമിട്ടാൽ വാഴ കൊലയ്ക്കും, വണ്ടി ഓടിച്ചാൽ അവിടെ ചെല്ലും. അതെൻ്റെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ്. എന്നാൽ ജ്ഞാനത്തിൽ അധിഷ്ഠിതമല്ലാത്ത, ലോകത്തിലെ പരിമിതമായ ജ്ഞാനത്തപ്പുറത്തുള്ള ഒരു ദൈവീക വിശ്വാസം, അത് ദൈവം വെളിപ്പെടുത്തിയാലേ കിട്ടത്തുള്ളൂ. അതാണ് ലഭിച്ച വിശ്വാസം. ഉറക്കെ പറ. ചുരുക്കി പറഞ്ഞ യേശു എന്താ പറഞ്ഞ? പത്രോസ, ഈ വിശ്വാസം നീ പഠിച്ചറിഞ്ഞതല്ല, എൻ്റെ പിതാവ് നിനക്ക് തന്നതാ. ഉറക്കെ പറ, തന്ന വിശ്വാസം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പറഞ്ഞു യേശു ദൈവപുത്രനാണെന്ന്? അവരുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഇത് നിങ്ങൾ പഠിച്ചറിഞ്ഞതല്ലെന്ന് അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് പറയാം. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. ഇതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് വിലയേറിയ വിശ്വാസമുണ്ട്. വിലയേറിയ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ട്. ലോകത്തിൽ അനേകർക്കില്ലാത്ത വിലയേറിയ വിശ്വാസം നിങ്ങളുടെ അകത്ത്. യേശു കന്യകയിൽ ജനിച്ചതാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരുടെ കരമൊന്ന് വീശി കാണിച്ചാട്ടെ. ഇത് അത്ഭുത വിശ്വാസമാണ്, ഇത് വിലപ്പെട്ട വിശ്വാസമാണ്. ഈ വിശ്വാസം വെച്ച് നിനക്ക് അത്ഭുതകരമായൊരു ജീവിതം നയിക്കാം. ഈ വിശ്വാസം വെച്ച് നിന്റെ ഭവനം ഒരു അത്ഭുത ഭവനമായി മാറും. ഈ വിശ്വാസം വെച്ച് നീ ഒരു ജയകരമായ ജീവിതം നയിക്കും. ഈ വിശ്വാസം നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഈ വിശ്വാസം ലോകത്തിന് അനേകർക്ക് മഠയത്തരമായിരിക്കും, പക്ഷെ നിനക്കത് ശ്രേഷ്ഠ ജ്ഞാനമായിരിക്കും. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കൈ നീരായിട്ട് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്. തുണി കഴുകുമ്പോഴും ഒക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴും നല്ല നീരുണ്ട്. ഇങ്ങനെ കൈ ഉയർത്തി ഒത്തിരി സമയമൊന്നും കൈ ഇങ്ങനെ കുടയാനൊന്നും പറ്റത്തില്ലായിരുന്നു. കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അന്നേരം വേദനയില്ല. ഇപ്പം നീരും കുറഞ്ഞു, നീരും പോയി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പഠിക്കുന്ന സമയം മുതൽ എൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചൂട് പോലെ, അപ്പോൾ വെയിൽ കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും വൈകിട്ട് ഞാൻ 4 ബക്കറ്റ് വെള്ളത്തോളം ദേഹത്ത് ഒഴിക്കുമായിരുന്നു. എനിക്ക് ഇതുപോലെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. രാത്രി കുഴപ്പമില്ല, പക്ഷെ ഇപ്പം ദേഹത്തോട് ശുശ്രൂഷിച്ചപ്പം ശരീരം മുഴുവൻ ചൂടാകുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഇവിടെ പറഞ്ഞായിരുന്നു. ഇപ്പം തണുപ്പ് പോലെ ഒരു ഇത് തോന്നി. ശരീരം മുഴുവൻ മഞ്ഞ് ഇങ്ങനെ പിറക്കിയിടുന്ന പോലെ. എത്ര വർഷമായിട്ട് ഇതുണ്ട്? ഞാൻ പഠിക്കുന്ന സമയം മുതലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വർഷം? 30 വർഷത്തോളം ഉണ്ട്. കഴിഞ്ഞ 30 വർഷത്തോളം കുഞ്ഞിലെ മുതലേ ഉള്ളതാ. ഇപ്പം ശരീരത്തിൽ തണുപ്പ് അനുഭവിക്കുന്നു, ചൂട് മാറി. അത്ഭുതത്തിനായി കർത്താവിനെ സ്തുതിക്കാം. തോമസ് സൂട്ടറെ 12 വർഷമായിട്ടുള്ള ഒരു ആക്സിഡന്റിൽ പെട്ടിട്ട് തലയ്ക്ക് വേദന ഇറങ്ങിപ്പോയെന്ന് പറയുന്നു. 12 വർഷമായി ഞാൻ വീണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരത്തിന് നീർക്കെട്ടും തലയ്ക്കകത്ത് വേദനയുണ്ടായിരുന്നു. 12 വർഷമായി എന്തോ ആക്സിഡന്റ് ഉണ്ടായ ഒരു വണ്ടി മുട്ടി വീണത്. വണ്ടി മുട്ടി വീണതാ. അന്ന് മുതൽ തലവേദന, തലയടിച്ച് വീണായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും നിൽക്കും. ഇങ്ങനെ ശരീരത്തിന് മുഴുവൻ നീർക്കെട്ടും ഉണ്ടായിരുന്നു. ശരീരത്തിന് ഭയങ്കര. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. നിൽക്കാൻ മേലാത്ത ബലം കുറഞ്ഞങ്ങ് വീണുപോയി. താഴെ വീണുപോയി. താഴെ വീണ പോലെ. തലയിലെ ഭാരമില്ല, തലയുടെ ഭാരം സൗഖ്യമായിട്ട്. വർഷങ്ങളായ ഒരു ആക്സിഡന്റ് തുടർന്നുണ്ടായത് കർത്താവ് സൗഖ്യമാക്കിയതിനായി യേശു ഇവിടെ ഉള്ളതിനായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നമ്മൾ കേട്ടത്. മാത്രമല്ല എത്രയോ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. ഇന്ന് വളരെ ഭാരത്തിലും പ്രയാസത്തിലും പ്രശ്നത്തിലും ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, യേശു ഈ ലോകത്തിൽ വന്നത് ബദ്ധന്മാരെ വിടുവിക്കുവാനാണ്. ദൈവവചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. യേശു വന്നത് രോഗികൾക്ക് സൗഖ്യം തരുവാനും, മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം തരുവാനും, ഭവനങ്ങളെ അനുഗ്രഹിക്കുവാനും, തലമുറയെ അനുഗ്രഹിക്കുവാനും, എവിടെ നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയിട്ടുണ്ടോ അവിടെ പുതിയ വഴി തുറക്കുവാനും ആ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത്. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ വിഷയങ്ങളിലേക്കാളും വലിയവനായിട്ട് യേശുവിനെ കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, ആ വിഷയങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പതറത്തില്ല, തകരത്തില്ലെന്ന് മാത്രമല്ല, ആ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ നാട്ടുകാരുടെ ഇടയിൽ കർത്താവ് നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നമുക്കൊരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ ഈ കേട്ട യേശു
നിങ്ങളുടെ സകല വിഷയത്തിനും മതിയായവനാണ്. നിങ്ങളത് വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളുമായി പ്രശ്നങ്ങളുമായി കേൾക്കുന്നവരുണ്ട്. പല വിഷയങ്ങളുടെ മുമ്പിൽ തകർന്നിരിക്കുന്നവരുണ്ട്. യേശുവെ, അങ്ങയ്ക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇവരുടെ ജീവിതത്തിലില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. സകലവിധമായ ശാരീരികമായ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ മാറട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, മാനസികമായി ഭാരം അനുഭവിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമേ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതലുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം തൊട്ടതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി. അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വീണ്ടും വിളിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ആ വിടുതലുകൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കണം. ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ കോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി ബെദേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമൺ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് 8 ശനി, അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।